എന്നിട്ട് അത് UDFന്റെ തലയിൽ കെട്ടിവെക്കാൻ. അത് ഇന്ന് അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പാലക്കാട് നീലപ്പെട്ടിയുമായി വന്നതുപോലെ നിലമ്പൂർ ഒരു പന്നിക്കണിയുമായിട്ട് വന്നതാണ്. ഇങ്ങനെ ഒരു സങ്കടകരമായ ഒരു വിഷയമുണ്ടായിട്ട് അതെന്നാ അവരുടെ തലയിലിരിക്കട്ടെ. എൻ്റെ പേര് പറഞ്ഞില്ല എൻ്റെ ഭാഗ്യത്തിന്. പ്രതിപക്ഷ നേതാവ് ഈ ഷാജിയൊക്കെ ഇട്ട് ഗൂഢാലോചന നടത്തി, ജോയിയൊക്കെ ഇട്ട് ഗൂഢാലോചന നടത്തിയിട്ട് പന്നിക്കണി വെച്ചാണെന്ന് അയാൾ അതിൻ്റെ അപ്പുറം പറയും. പിന്നെ പ്രതിഷേധം ഉണ്ടാവുമ്പോൾ പ്രതിഷേധം ഉണ്ടാവില്ലേ? ഇദ്ദേഹം ഈ പ്രതിഷേധം കാണാറില്ല. മാനന്തവാടിയിൽ ഒരു കടുവ പിടിച്ചു ഒരു സ്ത്രീയെ. അതിശക്തമായ പ്രതിഷേധം അവിടെ നടക്കുക. ഞങ്ങളൊക്കെ പോയി. പക്ഷെ മന്ത്രി കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, വനം മന്ത്രി. അത് ചെയ്യുന്ന ആളാ. അപ്പൊ ജനങ്ങളുടെ പ്രതിഷേധം കാണാതെ പോകും. ഇതിന്റെ അകത്ത് ഗുരുതരമായ ഒരു അനാസ്ഥ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഉത്തരവാദികളായ ആളുകൾ ആരാണ് എന്ന അന്വേഷണം നടത്തി അവർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇനി ഒരു കുഞ്ഞിനെന്നല്ല, ഒരാൾക്കും ഇതുപോലൊരു ദുരന്തം സംഭവിക്കുന്നു. പിന്നെ ഇതുപോലത്തെ മന്ത്രിമാര് ഈ കുടുംബത്തിനും പരിക്കുപറ്റി കിടക്കുന്ന ആളുകൾക്കും ആവശ്യമായ നഷ്ടപരിഹാരം അടിയന്തരമായി അനുവദിക്കണം. അതുകൊണ്ട് തിരിച്ചു കിട്ടുന്നതല്ല ജീവിതം, പക്ഷെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞിനെയാണ്. എന്തുമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അവർ വളർന്നു വലുതായി പഠിച്ചു മിടുക്കരായി വലിയ സ്ഥാനങ്ങളിൽ എത്തുന്നത് സ്വപ്നം കണ്ടാണ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ആ സ്വപ്നങ്ങളാണ് ഈ ഷോക്കിൽ ഇല്ലാതായി പോയത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഉത്തരവാദികളായ നിരുത്തരവാദിത്വപരമായി പെരുമാറിയ ആളുകളെ അടിയന്തരമായി അവർക്കെതിരായി നടപടികൾ സ്വീകരിക്കണം. എന്നിട്ട് ഈ വൃത്തികെട്ട രാഷ്ട്രീയ പ്രചരണം നടത്തുന്നവരുടെ വായൊന്നും മൂടിക്കെട്ടണം ഇവരുടെ എല്ലാം. ഇതുപോലെ ഈ നാവിൽ നിന്ന് ഇനി ഇതുപോലുള്ള വാക്കുകൾ വരരുത്. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളത് രാഷ്ട്രീയ വിഷയമാക്കാനല്ല ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പാണ്, ഏത് വിഷയം കിട്ടിയാലും ആളുകൾ രാഷ്ട്രീയ വിഷയമാണ്. ഞങ്ങൾക്ക് അതിനേക്കാളേറെ സങ്കടമാണ്. ആ കുഞ്ഞിന്റെ മുഖമാണ്, നിഷ്കളങ്കമായ ആ കുഞ്ഞിന്റെ മുഖമാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിലുള്ളത്. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് എല്ലാവരുടെയും മനസ്സിൽ. നടപടി എടുത്തേ മതിയാവൂ. ഞാൻ ഈ മാർച്ച് നടത്തിയ UDF കമ്മിറ്റിയെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്